നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനം എംഎൽഎയും കോൺഗ്രസും തടയുന്നുവെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം. സ്വകാര്യ ആശുപത്രിയെ സഹായിക്കുവാനാണ് എംഎൽഎയുടെയും കോൺഗ്രസിന്റെയും ശ്രമമെന്നും വികസന വിരുദ്ധത തുറന്നു കാട്ടുവാൻ 21-ന് ആശുപത്രിക്ക് മുൻപിൽ നഗരസഭയിലെ LDF കൌൺസിലർമാർ പ്രതിഷേധ ധർണ നടത്തുമെന്നും നഗരസഭാ ചെയർമാൻ അറിയിച്ചു. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ MLA UDFന്റെ MLA. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും നിലമ്പൂരിൽ തുടങ്ങാൻ പോകുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നമുക്കറിയാതെ എല്ലാവർക്കും അറിയുന്ന കേസാണ്. അപ്പം അത്തരത്തിലുള്ള ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാവപ്പെട്ട ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈ സ്ഥലം എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് ഈ ജില്ലാ ആശുപത്രി വികസിപ്പിക്കേണ്ടത് ഈ നാടിന്റെ ഒരു ചുമതലയായിട്ടാണ് കാണുന്നത്. ഇത് 2024 തന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പ് അതിന്റെ ഫയൽ നമ്പർ 850-1565-2/252/2024 ഈ കാലത്ത് തന്നെ ആരോഗ്യ വകുപ്പ് ഇതിന്റെ പ്രപ്പോസൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. ഇതൊക്കെ നിലനിൽക്കെ മുനിസിപ്പാലിറ്റി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ പത്രസമ്മേളനം അത് ജനങ്ങളുടെ മുമ്പിലും തുറന്നു കാട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ കോൺഗ്രസ് നേതൃത്വം ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെ എല്ലാം തന്നെ അട്ടിമറിക്കുന്ന രീതിയിലാണ് MLAയും കോൺഗ്രസും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഷേധം എന്നുള്ള നിലയിൽ ഈ വരുന്ന 21-ാം തീയതി ജില്ലാ ആശുപത്രിയുടെ മുമ്പിൽ LDFന്റെ എല്ലാ കൗൺസിലർമാരും രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഒരു ധർണ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ഈ നാട്ടുകാരോട് ഈ നാട്ടിലെ ജനങ്ങളോട് എങ്ങനെയാണ് ഈ കോൺഗ്രസ് ഈ വികസനം മുടക്കുന്നത് എന്ന് തുറന്നു കാണിക്കുന്നതിന് വേണ്ടി ആശുപത്രി വികസനം സംബന്ധിച്ച് കോൺഗ്രസിന്റെയും MLAയുടെയും നിലപാടുകൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള ക്യാമ്പയിന്റെ തുടക്കമാണ് ധർണയെന്നും നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീമും LDF നേതാക്കളും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ആശ്രയമായ നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തെ തടസ്സപ്പെടുത്താനാണ് MLAയും കോൺഗ്രസും ശ്രമിക്കുന്നത്. MLAയുടെ നേതൃത്വത്തിൽ തുടങ്ങാനിരിക്കുന്ന സ്വകാര്യ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയെ സഹായിക്കുവാനാണ് MLAയും കോൺഗ്രസും നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്നതെന്നും നഗരസഭാ ചെയർമാൻ ആരോപിച്ചു. സ്ഥലപരിമിതിയാണ് ആശുപത്രി വികസനത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. ആശുപത്രി വികസനത്തിനായി സമീപത്തെ UP സ്കൂൾ ഭൂമി വിട്ടു നൽകണമെന്ന് PV അബ്ദുൽ വഹാബ് MPയും മുൻ MLA PV അൻവറും ജില്ലാ പഞ്ചായത്തും കത്ത് നൽകിയതിനാലാണ് പ്രത്യേക കൌൺസിൽ ചേർന്ന് നഗരസഭ ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. അന്നും കോൺഗ്രസ് അംഗങ്ങൾ വിയോജനം രേഖപ്പെടുത്തി വികസനത്തെ എതിർക്കുകയായിരുന്നു. UP സ്കൂൾ കുട്ടികളെ വീട്ടിക്കുത്ത് സ്കൂളിലേക്ക് മാറ്റുവാനുള്ള നടപടികളും തുടങ്ങിയിരുന്നു. ജില്ലാ ആശുപത്രി ഭാഗത്തെ കുട്ടികളെ വീട്ടിക്കുത്ത് സ്കൂളിലേക്ക് എത്തിക്കുവാൻ MP MLA ഫണ്ടിൽ നിന്നും വാഹന സൗകര്യം ഏർപ്പെടുത്തുവാനും കിഫ്ബി ഫണ്ടിൽ നിന്നും 4 കോടി രൂപ ചെലവിൽ വീട്ടിക്കുത്ത് സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുവാനും ശ്രമം തുടങ്ങിയതാണ്. തുടർ നടപടികളുമായി സർക്കാരും ആരോഗ്യ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും മുന്നോട്ട് പോകുമ്പോഴും കോൺഗ്രസ് തടസ്സം നിൽക്കുകയാണ്. ഇത് വികസന വിരുദ്ധതയാണെന്നും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം കുറ്റപ്പെടുത്തി. 2017 അന്നത്തെ MLA PV അൻവർ നഗരസഭയ്ക്ക് കത്ത് നൽകിയിരുന്നുവെങ്കിലും UDF നേതൃത്വത്തിലുള്ള നഗരസഭ ഭരണസമിതി കത്ത് തള്ളുകയായിരുന്നു. അന്നും LDF ആശുപത്രി വികസനത്തിനായി നിലപാട് സ്വീകരിച്ചു. എന്നാൽ നഗരസഭയിൽ LDF ഭരണസമിതി അധികാരമേറ്റ ശേഷം സ്കൂൾ ഭൂമി ആശുപത്രിക്ക് വിട്ടു നൽകുവാൻ തീരുമാനിച്ചപ്പോൾ കോൺഗ്രസ് തടസ്സം നിന്നെന്നും നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM ബഷീർ പറഞ്ഞു. ജില്ലാ ആശുപത്രിയുടെ വികസനം പതിറ്റാണ്ടുകളായി നിലമ്പൂരിന്റെ ആകെ ഒരു ആവശ്യമാണ്. നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസിക്കണമെങ്കിൽ ഇപ്പോൾ കിഫ്ബിയുടെ അടക്കം 10 കോടി രൂപ അനുവദിച്ചിട്ടും ബിൽഡിംഗ് വെക്കാൻ സ്ഥലമില്ല എന്നതാണ് പ്രശ്നം. സ്ഥലം എന്നുള്ളത് ആകാശത്ത് നിന്ന് പൊട്ടിമറിച്ച് കൊണ്ടുവരാൻ കഴിയില്ല. അല്ലെങ്കിൽ തൊട്ട് അടുത്ത് സ്ഥലം ഏതാണോ ലഭ്യമാകുക ആ സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അവിടെ ഈ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി ഗവൺമെന്റ് UP സ്കൂളിലെ സ്ഥലം അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഏകദേശം ഒരു 10-15 വർഷമായി നിലമ്പൂരിൽ ആകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. കഴിഞ്ഞ UDFന്റെ ഭരണസമിതി നിൽക്കുന്ന കാലത്താണ് മുൻ MLA ശ്രീ PV അൻവർ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കത്ത് നഗരസഭയ്ക്ക് നൽകുന്നത്. 2017 2017 ആ കത്ത് നഗരസഭാ കൗൺസിൽ ചർച്ച ചെയ്യാണ്. അന്ന് ഇവിടെ കോൺഗ്രസും ലീഗും ഉൾപ്പെടെയുള്ള ഭരണസമിതിയാണ് അന്ന് അധികാരത്തിലിരിക്കുന്നത്. പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഞങ്ങൾ
അത് സ്ഥലം ലഭ്യമാക്കുന്നതിന് വേണ്ടി നഗരസഭ സർക്കാരിന്റെ പ്രത്യേകിച്ച് MLA തീരുമാനത്തിന്റെ കൂടെ നിൽക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ 1 ഇഞ്ച് ഭൂമി കൊടുത്തുകൊണ്ട് അവിടെ ആശുപത്രി വികസനം നടക്കൂല എന്നുള്ള ഷാഠ്യം പിടിച്ച ആളുകളാണ് UDFന്റെ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം. ഈ 2020 നമ്മൾ വീണ്ടും അധികാരത്തിൽ വരികയാണ്. 2020 അധികാരത്തിൽ വരാൻ വേണ്ടി LDF ജനങ്ങളോട് വെച്ചുള്ള ഏറ്റവും വലിയൊരു വിഷയം ഈ ജില്ലാ ആശുപത്രിയുടെ വികസനം തന്നെയാണ്. കോൺഗ്രസിന്റെ ഈ വികസന വിരുദ്ധതയാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ ക്യാമ്പയിനാണ് ഞങ്ങൾ ഉയർത്തിയത്. ആ ക്യാമ്പയിന് ജനങ്ങളാകെ പ്രതികരിച്ചിട്ടാണ് ആയിരക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മൊത്തം ഈ നഗരസഭയിൽ LDF അധികാരത്തിൽ വരുന്നത്. അത് നടപ്പിലാക്കാൻ വേണ്ടി വീണ്ടും LDF ശ്രമിക്കുകയാണ്. അന്നത്തെ MLA ശ്രീ PV അൻവറും ജില്ലാ പഞ്ചായത്ത് കൂടെ അതിന്റെ ഭാഗമായി, ജില്ലാ പഞ്ചായത്ത് UDF ആണ് ഭരിക്കുന്നത് അറിയാലോ, അവര് നഗരസഭയ്ക്ക് കത്തിരണം. അത് വെച്ചുകൊണ്ട് ഒരു സർവകക്ഷി സംഘം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി കൗൺസിൽ തീരുമാനിച്ചു. അതിനകത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയെ തീരുമാനിച്ചു. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയുടെയും MLA ഉണ്ട്, ബഹുമാനായ MP ശ്രീ PV അബ്ദുൽ വഹാബ് ഉൾപ്പെടെ ചെയർമാൻ ഉൾപ്പെടെ ഉണ്ട്. ആ യോഗത്തിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ച കോൺഗ്രസിന്റെ പ്രതിനിധി അതിൽ പങ്കെടുത്തില്ല. മനസ്സിലായല്ലോ. മറിച്ച് മറ്റുള്ള ആളുകളൊക്കെ പോയി. അങ്ങനെ 2 ഡിപ്പാർട്ട്മെന്റ്, വിദ്യാഭ്യാസം ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് സംയുക്തമായി ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ് പിന്നീടുള്ള കാര്യങ്ങൾ പോകുന്നത്. തുടർന്ന് സ്ഥലം വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതിനെതിരെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയ ആളുകൾ നിലമ്പൂരിലെ കോൺഗ്രസ്. ആ കോൺഗ്രസ് ഉൾപ്പെട്ടിട്ടുള്ള UDFലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് മുസ്ലിം ലീഗ്. മനസ്സിലായില്ലേ? മുസ്ലിം ലീഗിന്റെ നേതാവും ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ഇസ്മായിൽ മൂത്തേടമാണ് പരസ്യമായി യോഗത്തിൽ നഗരസഭ ഈ സ്ഥലം വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുന്നത്. വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമായും അതിന് തടസ്സമാരാ? നമുക്കറിയാം, പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനകത്ത് വിയോജനക്കുറിപ്പ് കൊടുക്കുമ്പോൾ ഏത് വകുപ്പും ഒന്ന് പരിശോധിക്കും. ഐക്യകണ്ഠേനയാണെങ്കിൽ അതിനൊരു പരിശോധന ഇല്ല. അങ്ങനെ ഈ കാലം അത്രയും നീണ്ടുപോയത് കോൺഗ്രസിന്റെ ഇത്തരം സമീപനമാണ് എന്ന് ആ യോഗത്തിനകത്ത് തന്നെ ചെയർമാൻ സൂചിപ്പിച്ചതാണ്. PV അബ്ദുൽ വഹാബും മലപ്പുറം ജില്ലാ പഞ്ചായത്തും ആശുപത്രിക്ക് ഭൂമി ഏറ്റെടുക്കുവാൻ താൽപര്യമെടുക്കുമ്പോൾ അതിനെ എതിർക്കുന്ന പുതിയ MLAയുടെയും കോൺഗ്രസിന്റെയും നിലപാടിൽ ലീഗ് നയം വ്യക്തമാക്കണമെന്ന് മുനിസിപ്പൽ LDF കൺവീനർ കക്കാടൻ റഹീം ആവശ്യപ്പെട്ടു. നിലമ്പൂർ താലൂക്കിലെ 10,000-കണക്കിന് വരുന്ന സാധാരണക്കാരുടെയും ഇടത്തരം ജനവിഭാഗങ്ങളുടെയും ഏക ആതുരാലയമാണ് നിലമ്പൂരിലെ ജില്ലാ ആശുപത്രി. കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് LDF സർക്കാരിന്റെ നേതൃത്വത്തിൽ ഈ ആശുപത്രിയിൽ നടന്നിട്ടുള്ളത്. ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ജില്ലാ ആശുപത്രിക്ക് വേണ്ടി സമീപത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സ്ഥലമേറ്റെടുക്കണമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ പഞ്ചായത്തും ജില്ലാ ആശുപത്രി HMCയും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഈ തീരുമാനത്തിനെതിരാണ് നിലമ്പൂരിലെ MLAയും കോൺഗ്രസും ഇപ്പോൾ സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സമീപനങ്ങളോട് ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം എന്താണെന്ന് ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാകണമെന്നാണ് ഞങ്ങൾ ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്. നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. SS ഗ്രൂപ്പ് നിലമ്പൂർ.